വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 10-ാം തീയതി 6-ാം മാസം 2025 രാവിലെ 7 മണിയായിട്ടുണ്ട്. ഇത് ഇന്നലത്തെ സ്ക്രീൻഷോട്ടാണ്. ഇതിനൊക്കെ നിങ്ങൾ ലൈവ് മാർക്കറ്റിലൊക്കെ വാച്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കമൻറ്റ് യൂട്യൂബിലിടുക. ദയവേത് മാക്സിമം കമൻറ്റും ലൈക്കും യൂട്യൂബിലിടുക. ടെലഗ്രാമിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് വന്ന് സാർ ഇതെങ്ങനെയാണ് ഈ ലെവലൊക്കെ എത്രയ്ക്ക് അക്യുറസി വരുന്നുണ്ടെന്നൊക്കെ ആൾക്കാർ ഇൻഡിവിജ്വൽ വാട്സാപ്പിലും ടെലഗ്രാമിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് മാത്രം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വേറെ ബാക്കിയുള്ള 614 സബ്സ്ക്രൈബറിനും യൂസ് ഇല്ലാതെ പോകും. അപ്പോൾ യൂട്യൂബിൽ ചോദിക്കുമ്പം യൂട്യൂബിൽ എല്ലാ സമയത്തും ഞാൻ ആൻസർ ഇടാറുണ്ട്. യൂട്യൂബ് ചാനലിൽ ട്രേഡർ ഓപ്ഷൻ ട്രേഡറിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം നമ്മൾ ആൻസർ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് എല്ലാവരും ഒരു ഇൻഡിവിജ്വൽ ട്രേഡറായിട്ട് മാറുക. ഇത്രയ്ക്ക് അക്യുറസി നമ്മുടെ ബേസ്ഡ് ഓൺ അനാലിസിസ് കുറേ വർഷങ്ങൾ കൊണ്ട് നമ്മൾ റെഗുലറായിട്ട് അനാലിസിസും റിവ്യൂവും ചെയ്യുന്നുണ്ട്. ഇതിൽ വീണ്ടും ഇന്നലെ പറഞ്ഞതുപോലെ ഫോക്കസ്ഡ് ആയിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടും ഒരു ഇൻഡെക്സിൽ, അതായത് നിഫ്റ്റിയിൽ മാത്രം, നമ്മൾ വേറെ ഒന്നും ഇവിടെ ഇടാറില്ല, വേറെ എവിടെയും ചാടി പോകാറില്ല. നമ്മുടെ ക്ഷമ ഇവിടെ നല്ല രീതിയിൽ നിഫ്റ്റി നമ്മളെ പരീക്ഷിക്കും. അത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ, ആ ക്ഷമ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഉയരങ്ങളിലോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ട്രേഡിങ്ങിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇന്നലത്തെ ചാർട്ടാണ്. നമുക്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഇന്നത്തെ ചാർട്ടിലോട്ട് പോകാം. ഇത് നമ്മൾ ഇൻട്രാഡേ മാത്രമേ പറയാവുള്ളൂ അല്ലേ. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഇൻട്രാഡേയുടെ ചാർട്ടാണ്. 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ്. സോ ഇത് ഞാൻ പറഞ്ഞിരുന്നു ഒരു 200 പോയിൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഒരു 200 to 400 പോയിൻറ്റ്സിൻ്റെ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്, റേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിവിടെ ആ റേഞ്ച് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. വെറും 86 പോയിൻറ്റ്സിൻ്റെ റേഞ്ച് മാത്രമേ ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം റേഞ്ച് കുറവാണ്. നമ്മൾ 200 പ്രതീക്ഷിച്ചു, 100 പോലും നിഫ്റ്റി ഇന്നലെ തന്നില്ല എന്നുള്ളതാണ്. അതായത് ഡെയിലി ആവറേജ് റേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിഫ്റ്റി അത് തരണം എങ്കിൽ മാത്രമേ പ്രീമിയം DK ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലുള്ളൂ. അത് നോർമലായിട്ടും തരേണ്ടതാണ്. ഇന്നലെ അതും തന്നില്ല. നോർമൽ ആവറേജ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് ആവറേജ് കാണാൻ പറ്റുന്നത് 100-നും 150-നും ഇടയ്ക്കാണ് ഒരു ഡേ റേഞ്ച് വരുന്നത്. ഇന്നലെ അതും വന്നില്ല. ഇന്നലെ വെറും 86 പോയിൻറ്റ്സിൻ്റെ, അതും വളരെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അല്ലേ. നിഫ്റ്റി നമുക്ക് നല്ല രീതിയിൽ സ്ലീപ്പിംഗ് മോഡിലോട്ട് പോയതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്ന് നമുക്ക് 136 എന്ന് പറയുന്ന പോയിൻ്റ് ഓഫ് കൺട്രോൾ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജോലി ചെയ്യേണ്ടത്. ഇന്നലത്തെ ഡേ ഹൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മുകളിലോട്ട് നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിലാണെങ്കിൽ എങ്ങനെയാണ് ഈ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, അതായത് നിഫ്റ്റി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കുക. ഡേ ലോയും ഇന്നലത്തെ ഡേ ലോ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. ഡേ ഹൈ കുറച്ച് വീക്കായിട്ടാണ് കാണുന്നത്. അത് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്, ക്യാൻഡിൽ സ്റ്റിക്ക് ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്. സോ ഈ ലെവൽസ് നോട്ട് ചെയ്യുക. ഈ ലെവൽസിൽ വന്നതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്, അവിടുത്തെ പ്രൈസ്, സ്ട്രൈക്ക് പ്രൈസൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കുക. സോ ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.